ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഉഷാറല്ലേ? അപ്പൊ ഞാൻ കുറച്ച് ദിവസമായാലും ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട് ഞാൻ കുറേ നാളെ ഇത് ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് സമയം കിട്ടാറില്ല. അപ്പൊ ഞാനിപ്പോ വീട്ടിലൊക്കെ വന്ന് ഭയങ്കര പീസ്ഫുൾ ആയിട്ട് ഇരിക്കുമ്പോഴാണ് എനിക്ക് ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതായത് ആഫ്റ്റർ 20s നമ്മൾ ഗേൾസ് ഫേസ് ചെയ്യുന്ന കുറേ ഇഷ്യൂസ് ഉണ്ട്. അതായത് നമുക്ക് ആരോടും പറയാൻ പറ്റില്ല, പക്ഷെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സംഭവം കിടക്കുന്നുണ്ട്. അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചാൽ അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. അപ്പൊ ഞാൻ മെയിൻ ആയിട്ട് ഒരു 5 പോയിന്റ് ഞാൻ കുറേ ആലോചിച്ച് എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതേപോലെ എനിക്ക് നമ്മുടെ ഈ റേസ് കാറ്റഗറിയിലുള്ളവരുമായിട്ട് സംസാരിച്ച് ഞാനൊരു 5 പോയിന്റ് ആക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ ഏറ്റവും അവസാനത്ത് നമ്മുടെ ഈ 5 പേരുള്ള ഏറ്റവും അവസാനത്തിലാണ് ഞാൻ റിലേഷൻഷിപ്പ് ആക്കിയിട്ടുള്ളത്. കാരണം നമ്മൾ മറ്റേ സിനിമയിൽ ഉയരയിൽ പറയുന്ന പോലെ തന്നെ ഏറ്റവും ലാസ്റ്റത്തെ പ്രയോറിറ്റി ആയിരിക്കണം റിലേഷൻഷിപ്പ്. അതിന് മുന്നേ നമുക്ക് ചെയ്തു തീർക്കാനുള്ള 4 കാര്യങ്ങൾ ഇനിയുണ്ട്. ഇതിൽ ഏറ്റവും ആദ്യത്തെ നമ്മുടെ ഏറ്റവും വലിയ കടമയാണ് നമ്മുടെ കരിയർ സെറ്റിൽ ആക്കുക, അതേപോലെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകുക. അതായത് നമ്മുടെ സ്കൂൾ കാലഘട്ടം കഴിഞ്ഞ് ഇനി അടുത്തത് എന്ത് ചെയ്യണം, ഡിഗ്രി ഏതെടുക്കണം, ഇതെല്ലാം കൂടെ നമ്മൾ ആ ഒരു ഒഴുക്കിലായിരിക്കും പോവുക. കാരണം നമുക്ക് പറഞ്ഞു തരാൻ ആരുമില്ല. അതേപോലെ നമുക്ക് ആ ഒരു സമയത്തായിരിക്കും നമ്മൾ ഫിനാൻഷ്യലി മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ളവർ ഇങ്ങനെ ചിന്തിക്കുക, നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പുറത്തു പോവാം, അബ്രോഡ് പോവാം. ഒരിടയ്ക്ക് ഞാനൊക്കെ പഠിച്ചിറങ്ങിയ സമയത്ത് എന്റെ ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിൽ എല്ലാവരും അബ്രോഡ് പോയി. നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ള ഒരു സിറ്റുവേഷൻ അല്ല, വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. കാരണം അവരെങ്ങനെയാണ് കഷ്ടപ്പെട്ട് നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്ക് നന്നായിട്ട് അറിയാം. അതായത് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ കുറെ ലോണ് കാര്യങ്ങൾ അതൊക്കെ ഓൾറെഡി അവരുടെ കയ്യിലുണ്ട്. പക്ഷെ അവരെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് കരിയർ സെറ്റിൽ ആക്കണം, നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആക്കണം, നല്ലൊരു ജോലി വാങ്ങണം, വീട്ടുകാരെ നന്നായിട്ട് നോക്കണം. അങ്ങനെ ഒരു പ്രഷർ ആയിരിക്കും നമുക്ക്. നമ്മൾ പഠിച്ച് ഇറങ്ങി കഴിഞ്ഞ ശേഷം അത്രയൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഒരു ടൈം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് നമ്മുടെ തലയിൽ ആരോ ഇൻജെക്ട് ചെയ്ത് വെക്കുന്ന ഒരു തോട്ട് വരും. അതായത് ഞാൻ ഇനി എന്ത് ചെയ്യും, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു ഇത് വരും. ആ ഒരു സമയത്താണ് നല്ല പൈസക്കാരും പൈസ ഇല്ലാത്തവരും തമ്മിലുള്ളൊരു അവരിങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ മൈൻഡ് മൊത്തത്തിൽ മാറും. കാരണം അവർക്ക് പൈസ ഉണ്ട്, അതുകൊണ്ട് അവരിതൊക്കെ ചെയ്തു. എനിക്ക് പൈസ ഇല്ല, വീട്ടുകാരോട് ചോദിക്കാൻ പറ്റില്ല, അപ്പൊ എനിക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇത്ര പഠിച്ചിട്ട് കാര്യമില്ല. പൈസ ഉള്ളവരാണെങ്കിൽ ഇങ്ങനെ രക്ഷപ്പെടും, അല്ലാത്തവർ ഇങ്ങനെ നിൽക്കും എന്നുള്ളൊരു തൊട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഏജ് കാറ്റഗറിയിൽ വരും. നമ്മുടെ ആ ഒരു ഏജിന്റെ കുഴപ്പമാണ്. പിന്നെ കമ്പാരിസൺ, നമ്മുടെ സൊസൈറ്റിയുടെ കമ്പാരിസൺ, ഇതെല്ലാം കൂടി വരുമ്പോൾ നമ്മൾ ടോട്ടലി ഡൗൺ ആയി പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാനൊന്നും ചെയ്തിട്ട് കാര്യമില്ല, അങ്ങനെയൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് കാര്യങ്ങളൊക്കെ വരും. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അബ്രോഡ് പോയി മാത്രമല്ല രക്ഷപ്പെടാൻ പറ്റുമോ, പക്ഷെ നമ്മുടെ നാട്ടിൽ നല്ല കോഴ്സസ് ഒക്കെ എടുത്ത് നമുക്ക് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, നമ്മൾ അറിയാത്ത കുറേ കാര്യങ്ങൾ. അപ്പൊ മെയിൻ ആയിട്ട് നല്ലൊരു കണക്ഷൻ ഉണ്ടാക്കുക. ഒരുപാട് ആൾക്കാരോട് ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞാൽ ഒരു കൂട്ടം ഫ്രണ്ട്സ് എടുത്തു, അവർക്ക് പൈസ ഉണ്ട്, അവർ പുറത്തേക്ക് പോകും. പക്ഷെ എല്ലാവരും അത് കണ്ടിട്ട് അങ്ങനെ പോയിട്ട് കാര്യമില്ല. നമ്മൾ ഒരുപാട് ആൾക്കാരോട് ചോദിക്കുക എന്തെടുത്ത് കഴിഞ്ഞാൽ. അത് മാത്രമല്ല ഇപ്പൊ സൊസൈറ്റി മൊത്തത്തിൽ അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് അപ്ഗ്രേഡ് ആവാൻ നോക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഇവിടെ ഒരു കമ്പാരിസൺ നടത്താണ്ട് അതവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് എനിക്ക് എന്തിലാണോ സ്കില്ല് അതിൽ എനിക്ക് ആദ്യത്തെ ഒരു ജോബ് മേടിച്ചെടുക്കണം എന്നുള്ളൊരു തോട്ടാണ് അപ്പോൾ വരേണ്ടത്. അല്ലാണ്ട് നമ്മളിങ്ങനെ ഓവർ തിങ്ക് ചെയ്തിട്ട് അവർക്ക് ഇതുണ്ട് അപ്പൊ എനിക്ക് അത് വേണം എന്നുള്ളൊരു വാശി ആദ്യം തന്നെ ഒഴിവാക്കാം. പിന്നെ ഒരു സെക്കൻഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് അവർ പാരന്റ്സ് ആർ ഏജിങ് വാട്ട് വിൽ ഡു. അതായത് വീട്ടുകാര് അച്ഛനോ അമ്മയ്ക്കാണെങ്കിലും പ്രായമായിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ എന്താണെങ്കിലും ചെയ്യാം, അങ്ങനെ ഒരു സംഭവം. അത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഒരു സംഭവം മൈൻഡിലേക്ക് വന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ചായ ഒക്കെ കുടിച്ചോണ്ടിരുന്നപ്പോൾ ഞാൻ ചുമ്മാ അച്ഛൻ്റെ അമ്മേനെ കൈക്ക് ഇങ്ങനെ തൊട്ടോണ്ടിരുന്നപ്പോൾ അന്നത്തെ പോലെ ഒന്നല്ലടാ, നല്ല ചുളിവുകൾ കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. നമുക്കത് കാണുമ്പോൾ നമുക്കത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം അവർ ഏജ് ആയിക്കൊണ്ടിരിക്കുകയാണ്, പണ്ടത്തെ പോലെ ഒന്നല്ല, നമുക്ക് വേണ്ടി ഇപ്പോഴും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കണം. അങ്ങനെ ഒരു സംഭവം നമ്മുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു വിഷമം നമുക്ക് ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം അവർക്ക് വേണ്ടി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിലോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, അങ്ങനെ ഒരു സംഭവമൊക്കെ നമ്മുടെ ഉള്ളിൽ വരും. അത് ഭയങ്കര ഒരു ഫിയറാണ്. ഇത് ഞാൻ പോയിന്റ് ഔട്ട് ചെയ്തതിൽ ഏറ്റവും എനിക്ക് പേടിയുള്ള കാര്യമാണ്. കാരണം പ്രായമായിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഇനി അവർ നോക്കേണ്ട ടൈമാണ്, അങ്ങനെയൊക്കെ ഒരു സാധനം വരും. അത് ഭയങ്കര പ്രഷർ നമുക്ക് തരുന്നൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അപ്പൊ നമുക്ക് ഫിനാൻഷ്യലി അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാനോ പിടിക്കാനോ പറ്റിയില്ലെങ്കിലും ഉള്ള കാലത്തോളം നമ്മൾ അവരുടെ കൂടെ നിൽക്കുക, അവരെ സപ്പോർട്ട് ചെയ്യുക, മാത്രമല്ല അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ മാക്സിമം നോക്കുക. കാരണം നമ്മൾ പഠിത്തമൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ജോലിക്കാണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോഴ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ വരും. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കിട്ടുന്ന ടൈമും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ഓടി വീട്ടിലേക്ക് വരിക. ഒരു പൈസയോ കാര്യങ്ങളോ ഒന്നും നോക്കാണ്ട് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന സമയം ഏതാണോ അത് ഓടി പിടിച്ച് വീട്ടിലേക്ക് വരിക, അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാം. അത് പിന്നീട് നമ്മൾ ആലോചിച്ച് വിഷമിച്ചിട്ടൊന്നും ഒരു കാര്യം. ഇനി ഇതേ ഒരു കാര്യത്തിൽ തന്നെയാണ് നമ്മൾ പാരന്റ്സിനെ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ടൈമിൽ നിന്ന് അവരെ ഡിപ്പെൻഡ് ചെയ്യാണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരും. അതായത് നമുക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ വാങ്ങുക, അവർക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ അറിഞ്ഞ് വാങ്ങി കൊടുക്കുക. അങ്ങനെയൊക്കെയുള്ള ഒരു പോയിന്റിലേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഏജ് ആകും തോറും നമ്മൾ അങ്ങോട്ടേക്ക് എത്തും. അപ്പൊ നമുക്ക് ഒരുപാട് ബേർഡൻ ഉണ്ടാവും, നമുക്ക് ഒരുപാട് ഇതുണ്ടാവും. അതിന്റെ ദേഷ്യവും കാര്യങ്ങളും ഇപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ എന്തെങ്കിലും വീട്ടിൽ വന്നാൽ ദേഷ്യം തീർക്കുക. കാരണം പണ്ടത്തെ പോലെ ഒന്നും അല്ലടാ, അവർക്ക് ചിലപ്പോൾ നമുക്ക് സപ്പോർട്ട് തരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും അവർ നമ്മൾ കേൾക്കാൻ നിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന ദേഷ്യവും കാര്യങ്ങളൊക്കെ നമ്മൾ അവരുടെ അടുത്ത് വന്ന് തീർക്കണം. അപ്പൊ മാക്സിമം അങ്ങനെ ചെയ്യാണ്ട് വീട്ടുകാരെ സപ്പോർട്ട് ചെയ്ത് വീട്ടുകാരെ സ്നേഹിച്ച് നിൽക്കുക. കാരണം ഒരിക്കലും നമുക്ക് അവർ തരുന്ന സ്നേഹത്തിന്റെ അത്ര ഒരു മനുഷ്യന് വേറെ തരാൻ പോടില്ല. അത് ഒന്നാമത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അവർ നമ്മളെ സ്നേഹിക്കുന്ന പോലെ വേറൊരു മനുഷ്യൻ നമ്മൾ ഈ ലോകത്ത് സ്നേഹിക്കും. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ലുക്സ് ആൻഡ് ബോഡി ചേഞ്ച്. അതായത് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരും, നമ്മുടെ ശരീരത്തിൽ മാറ്റങ്ങൾ വരും, നമ്മുടെ മുഖത്ത്. അതായത് ഇപ്പൊ നമുക്ക് ഭയങ്കര ഡിപ്രഷൻ മോഡിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ നമ്മുടെ മുഖത്ത് അത് കാണാൻ പറ്റും. അതേപോലെ വെയിറ്റ് കൂടുക, വെയിറ്റ് കുറയുക, ടെൻഷൻ കൂടുന്നതിനനുസരിച്ച്, അതേപോലെ നമുക്ക് ഡാർക്ക് സർക്കിൾസ് ഉണ്ടാവുക, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ് വരും. അപ്പൊ നമ്മൾ ഈ ടെൻഷനും പ്രഷറും എല്ലാം കൂടി ആയി കഴിയുമ്പോൾ നമ്മുടെ ബോഡി മാറും. അത് നമ്മളിപ്പോ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ അത് പാർട്ണർ പറയാൻ തുടങ്ങും. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് സൊസൈറ്റിയിൽ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് മൂന്നാമത്തെ നമ്മൾ ഹെൽത്ത്
ഹെൽത്ത് നോക്കുക. അതായത് നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ നമുക്ക് ബാക്കിയുള്ളവരെ നോക്കാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവരും ഹെൽത്ത് നോക്കുക. അതായത് ഇപ്പൊ നമ്മുടെ ബോഡിയിൽ കുറെ ചേഞ്ചസ്, ഏജ് ആകുന്നതിനനുസരിച്ച് ചേഞ്ചസ് വരും. നമ്മളിപ്പോ നമ്മുടെ ടീനേജേഴ്സിലുള്ള ഒരു കാലഘട്ടത്തിൽ ഉള്ള പോലെ ഒന്നും ആയിരിക്കില്ല നമ്മൾ ഫ്യൂച്ചറിൽ. ഏജ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഫസ്റ്റ്ലി നമ്മളത് അക്സെപ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുക. അതൊക്കെ ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള കുറെ മൈൻഡ് സെറ്റ് ഉണ്ടാക്കാനും കാര്യങ്ങൾക്കൊക്കെ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അല്ലാണ്ട് എനിക്ക് തടി കൂടി അത് ഇന്ന കാരണമാണ്, എനിക്ക് തടി കൂടിയോണ്ട് എനിക്ക് അത് ചേരില്ല, ഇത് രസമില്ല, അതേപോലെ ഞാൻ അത്ര ഫെയർ അല്ല, എന്റെ ഫ്രണ്ട്സിനെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ആദ്യം ഒഴിവാക്കുക. നമ്മൾ എങ്ങനെയാണോ അതുപോലെ തന്നെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനും നമ്മളെ സ്നേഹിക്കാനും നമ്മൾ ആദ്യം പഠിക്കണം. എന്നാലാണ് നമുക്ക് തന്നെ നമ്മളൊരു മതിപ്പുണ്ടാവും അറിയില്ലേ, ആ ഒരു സംഭവം ഉണ്ടാവുള്ളൂ. പിന്നെ നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള അൺസർട്ടിനിറ്റി. എന്റെ ഫ്യൂച്ചർ സ്റ്റേബിൾ ആയിരിക്കില്ല, ഞാൻ ഇപ്പൊ ഇന്നതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ഫ്യൂച്ചർ ഇങ്ങനെ ആകുള്ളൂ. പക്ഷെ എനിക്കതൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ അവിടെ ഡൗൺ ആയി പോവല്ല ചെയ്യേണ്ടത്. നമ്മൾ ഫാമിലി നോക്കണം, നമ്മുടെ റിലേഷൻഷിപ്പ് നോക്കണം, നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടോ, ഇതിനെപ്പറ്റി ഒന്നും ക്ലാരിറ്റി നമുക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല എന്ന് വെച്ചാൽ നമ്മൾ അവിടെ ഡൗൺ ആയി പോവല്ല ചെയ്യേണ്ടത്. അടുത്ത സ്റ്റെപ്പ് എന്താണോ അത് ചെയ്യാനാണ് നോക്കേണ്ടത്. അതായത് എനിക്കിപ്പോ എന്റെ കയ്യിൽ ഇത്ര ലക്ഷം രൂപ ഞാൻ ഉണ്ടാക്കില്ല, അതുകൊണ്ട് എന്റെ ഫ്യൂച്ചർ അങ്ങനെ ആയിരിക്കില്ല, എന്റെ ഫ്യൂച്ചർ ഭയങ്കര എന്റെ ഫ്യൂച്ചറിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയല്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇനി ഞാൻ പരിശ്രമിക്കും. അങ്ങനെയുള്ളൊരു മൈൻഡാണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത്. അല്ലാണ്ട് എനിക്ക് ഇതില്ല അപ്പൊ ഞാൻ ഇങ്ങനെ ആയിരിക്കും, എന്റെ ഫ്യൂച്ചർ അങ്ങനെ അതൊക്കെ ആയി പോകും. അല്ലാണ്ട് നമ്മൾ എന്താ പറയാ, ഇപ്പൊ എന്റെ കയ്യിൽ കുറെ പൈസ ഉണ്ട് അപ്പൊ എന്റെ ഫ്യൂച്ചർ സേഫ് ആക്കി ഞാൻ വെച്ചു, അങ്ങനെയുള്ളൊരു മൈൻഡ് സെറ്റ് മാറ്റിയിട്ട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്യാനും സ്ട്രഗിൾ ചെയ്യാനും ഞാൻ റെഡിയാണ്. സോ എന്റെ ഫ്യൂച്ചർ ബിൽഡ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റും. അല്ലാണ്ട് ഓവർ ഫിയർ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ പ്രസന്റ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ഫ്യൂച്ചറും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോ നമുക്ക് ഫ്യൂച്ചറിന്റെ കാര്യം ഓവർ തിങ്ക് ചെയ്യാണ്ട് ഫ്യൂച്ചർ ആലോചിക്കേണ്ടതല്ല, പക്ഷെ നമ്മുടെ പ്രസന്റ് നമ്മൾ എപ്പോഴും എൻജോയ് ചെയ്തിട്ട് വേണം ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം ഞാൻ എന്റെ ഒരു ഇതിന്ന് പറയുന്ന കേട്ടോ. കാരണം എനിക്ക് ഞാൻ കുറെ എക്സ്പീരിയൻസ് ചെയ്ത കാര്യവും അതേപോലെ എന്റെ റിയൽ ലൈഫ് സിറ്റുവേഷനിൽ ഞാൻ പറയുന്ന കാര്യങ്ങളാണ്. ചിലർക്ക് ഇതിനെ പറ്റി ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ എന്റെ ഒരു തോട്ടിലാണ് കേട്ടോ ഇങ്ങനെ പറയുന്നത്. പിന്നെ ഏറ്റവും ലാസ്റ്റത്തെ കാര്യമാണ് റിലേഷൻഷിപ്പ്. ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മളൊരു റിലേഷൻഷിപ്പിലായി, നമ്മളിപ്പോ ഒരു 20 ഒക്കെ കഴിഞ്ഞ ഒരു റിലേഷൻഷിപ്പിലാണ്. അപ്പൊ നമ്മൾ ഭയങ്കരമായിട്ട് അവരിൽ മാത്രം അഡിക്റ്റ് ആയി പോവാണ്. അതായത് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യാണ്ട് അവരെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുകയാണ്. നമ്മുടെ ഫാമിലി വേണ്ട, നമ്മുടെ ഫ്യൂച്ചർ വേണ്ട, നമ്മുടെ ഡ്രീംസ് വേണ്ട, എനിക്ക് അവർ മാത്രം മതി, എന്റെ ടൈം മാത്രം മതി എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാലത്ത് രക്ഷപ്പെടാൻ പോകുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്താൻ പോകില്ല. കുറെ കാലം കഴിയുമ്പോൾ ഏട്ടായിട്ട് പോകും, പിന്നെ നമ്മളൊന്നും ചെയ്യാനുമില്ല, നമുക്കൊന്നും പിടിക്കാനുമില്ല. അതായത് നമ്മളൊരു റിലേഷൻഷിപ്പ് നോക്കുവാണെങ്കിൽ നമ്മുടെ ഡ്രീംസിനെ റെസ്പെക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മുടെ ഫാമിലി ഒരു സിറ്റുവേഷനിൽ ഫാമിലി ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നു എന്ന് കാണുമ്പോൾ നമ്മുടെ അടുത്ത് പറയാണ് നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യണം. കാരണം നമുക്ക് എപ്പോഴും ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അച്ഛനും അമ്മേനും സ്വന്തം അച്ഛനമ്മയായി കാണുന്ന ഒരാളെ വിവാഹം കഴിക്കണം, അങ്ങനെ ഒരു തോട്ടെ. ചിലവരുണ്ട് ടോക്സിക് ഏട്ടായിമാരൊക്കെ ഉണ്ടാവും, നീ അങ്ങോട്ട് പോകണ്ട, നീ അത് ചെയ്യണ്ട, നിനക്ക് തടി വെച്ചു, ഒന്നും കാണാനേ രസമില്ല, തടി കുറയ്ക്കണം, മറ്റേ നാർസിസ്റ്റിക് അബ്യൂസ്, മറ്റേ അനുഭവ പരമേശ്വരം പറഞ്ഞ പോലെ ആ ഒരു സംഭവമൊക്കെ ആയിരിക്കും. അപ്പൊ നമ്മൾ ഏറ്റവും ലാസ്റ്റ് ആണ് നമ്മുടെ ഈ 4 കാര്യങ്ങളും കഴിഞ്ഞ 5ാമത്തെ കാര്യം മാത്രമായിരിക്കണം റിലേഷൻഷിപ്പ്. ആ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലി റെസ്പെക്ട് ചെയ്യാൻ പഠിക്കുക. അതായത് ഒരാൾ സ്ട്രഗിൾ ചെയ്യുന്നു കാണുമ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യാനുള്ളൊരു മൈൻഡ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും കൂടെ വേണം. എന്നാലാണ് അതൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആയിട്ട് മുന്നോട്ട് പോവുക. ഇല്ലാണ്ട് കുറ്റവും കുറവുകളും മാത്രം കണ്ടുപിടിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്താൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് റിലേഷൻഷിപ്പിലേക്ക് പോകുക. ഒന്ന് കോമൺ ആയിട്ട് ആലോചിച്ച് നോക്ക്, നമ്മുടെ സ്വന്തം വീട്, സ്വന്തം അച്ഛനും അമ്മയും, അതേപോലെ എന്റെ ബെഡ്റൂം, എന്റെ സ്പേസ്, എന്റെ ടേബിള്, എന്റെ അലമാര, എന്റേതായിട്ടുള്ള എല്ലാ സ്പേസിൽ നിന്നും മാറിയിട്ട് മറ്റൊരാളുടെ വീട്ടിലേക്ക് ചെല്ലുക, മറ്റൊരാളുടെ വീട്ടിലെ ആ ഒരു രീതിയായിട്ടാണെങ്കിൽ പോവാം. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പത്തെ പിള്ളേർക്കൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ്. പണ്ടുള്ളവരൊക്കെ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നടാ. പണ്ടുള്ളവരൊക്കെ എന്താണ് അങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ നിന്ന് അവർ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ആൾക്കാർ അങ്ങനെ ഒട്ടും ചെയ്യില്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആക്കണം. ഈ ആദ്യം പറഞ്ഞ 4 കാര്യങ്ങൾ നമ്മൾ നല്ല ഭംഗിയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ 5ാമത്തെ കാര്യം നമുക്ക് വളരെ എളുപ്പമായിരിക്കും. നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ നമുക്ക് പാരന്റ്സിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ചെയ്യാം. അതേപോലെ ഇപ്പൊ പറയണം, പണ്ട് പറയണം നിങ്ങൾ കാണാൻ രസമല്ല, നീ കറുത്തു പോയി, അല്ലെങ്കിൽ നിങ്ങൾക്ക് തടി വെച്ചു, നീ എന്താണ് ഇങ്ങനെ. ഇപ്പൊ ആണെങ്കിൽ ഇപ്പൊ എല്ലാവർക്കും, എല്ലാ ഗേൾസിനും മെയിൻ ആയിട്ട് PCOD കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് അവരുടെ ബോഡി ചേഞ്ച് ചെയ്യും. പണ്ടൊരു പറയാണ് നിന്റെ ബോഡി എങ്ങനെ ഇരിക്കുന്നത്, നീ എന്താണ് ഇങ്ങനെ തടിച്ചുകൊണ്ട് മത്തനെ ബോഡി ഇരിക്കുന്നതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് നമ്മൾ നോക്കുക. 3ാമത്തെ കാര്യം നോക്കുക. 4ാമത്തെ കാര്യം നമ്മുടെ ഡ്രീംസിനെ നമ്മൾ ഫോളോ ചെയ്യുക. നമ്മുടെ ഫ്യൂച്ചർ എന്താന്നുള്ള കാര്യം നമ്മൾ പ്രസന്റിൽ നമ്മൾ അതിനെപ്പറ്റി ആലോചിച്ചാലും ഒരു ലിമിറ്റായിട്ട് ആലോചിക്കുക. നമ്മൾ എല്ലാം കൊണ്ടും സെറ്റിൽ ആയ ശേഷം നമ്മൾ 5ാമത്തെ കാര്യമാണ് റിലേഷൻഷിപ്പിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കാര്യങ്ങളൊന്നും ലൈഫിൽ ഫേസ് ചെയ്യേണ്ടി വരില്ല. നമ്മൾ എങ്ങനെയാണ് നമുക്ക് അതിനനുസരിച്ച് ജീവിക്കാൻ പറ്റും, അതിനനുസരിച്ച് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ണർ കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ലൈഫ് ഭയങ്കര കളർഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. അല്ലാണ്ട് എന്റെ ഏട്ടായി ഇങ്ങനെ പറഞ്ഞു, എന്റെ ഏട്ടായി അങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ നടക്കണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ കാലവും ഒരാളുടെ അടിമയായിട്ട്
ആയിട്ട് ജീവിക്കേണ്ടി വരും. ഞാൻ എല്ലാ ബോയ്സിനെയും പറ്റി പറഞ്ഞതല്ല, പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. ഒരാളുടെ അണ്ടറിൽ നിൽക്കണം, എനിക്ക് വേണ്ടി നീ ഭക്ഷണം ഉണ്ടാക്കണം, എനിക്ക് വേണ്ടി നീ ഡ്രസ്സ് അയൺ ചെയ്യണം, ഡ്രസ്സ് അലക്കണം, എന്റെ വീട്ടുകാരെ നോക്കണം, എനിക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി തരാനാണ് നീ നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ഷെയർ ചെയ്യാം. ഭക്ഷണം ഉണ്ടാക്കണം, ഷെയർ ചെയ്യാം. ഡ്രസ്സ് അലക്കണം, ഷെയർ ചെയ്യാം. അയൺ ചെയ്യണം, ഷെയർ ചെയ്യാം. നിനക്ക് എവിടെയും പോകാൻ ആഗ്രഹമുണ്ട്, നമുക്ക് പോകാം. അതേപോലെ ഓപ്പോസിറ്റ് ഉള്ള ആളുടെ മനസ്സും കൂടെ നോക്കണം. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ഭയങ്കര കളർഫുൾ ആവും. പക്ഷേ ഈ റിലേഷൻഷിപ്പ് മാത്രമാണ് എല്ലാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ 4 കാര്യങ്ങൾ നടക്കില്ല. മറിച്ച് ഈ 4 കാര്യങ്ങളും നമ്മൾ ഓക്കെയാണ്, നമ്മൾ അതിൽ സെറ്റിൽ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് 5ാമത്തെ കാര്യം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനെപ്പറ്റി ആരും അങ്ങനെ അധികം വീഡിയോസ് ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഒരു 20 വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഇതിനെ പേടിച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. ഞാൻ പേടിച്ചോണ്ടിരുന്ന കുറേ സൂസൈഡ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റിലേഷൻഷിപ്പ് എനിക്ക് ബ്രേക്കപ്പ് കിട്ടി, സോ ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നില്ല, ഞാൻ ആർക്ക് വേണ്ടി ജീവിക്കണം, എന്റെ അച്ഛനും അമ്മയും എന്നെ ഒന്നും ഓർക്കില്ല, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഒക്കെ മാറ്റിയിട്ട് ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നമുക്ക് ബ്രേക്കപ്പ് ആയി നമുക്ക് ഡിപ്രഷൻ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കണം. റിലേഷൻഷിപ്പ് മാത്രമല്ല ലൈഫ്, അതിന് മുന്നേ ചെയ്ത് തീർക്കേണ്ട കുറേ കാര്യങ്ങൾ ഉണ്ടെന്നുള്ളൊരു മൈൻഡ് നമുക്ക് എപ്പോഴും വേണം. അപ്പോൾ നമ്മൾ ഈ 4 കാര്യങ്ങൾ കഴിഞ്ഞ് 5ാമതായിരിക്കണം റിലേഷൻഷിപ്പ് കൊണ്ടുവരേണ്ടത്. കാരണം നമ്മളൊരു എൻ്റെ ലൈഫ് മറ്റൊരാളുടെ കൂടെ ജീവിക്കുകയാണ്. അപ്പൊ ജീവിക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ 4 കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യാം, എന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ജീവിക്കാം. ഇതിൽ ഏതാ ബെറ്റർ എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഇതിനെപ്പറ്റി പറയാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. എന്നാൽ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങളിൽ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടും. ഇതിപ്പോ എന്റെ ഒരു തോട്ടിൽ ഞാൻ പറഞ്ഞതാണ്. എനിക്ക് അനുഭവപ്പെട്ട കുറെ കാര്യങ്ങൾ, ഞാൻ ആഫ്റ്റർ 20s കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. എന്റെ ഫ്രണ്ട്സ് ഒരു നിലയിലെത്തി എനിക്ക് എവിടെ എത്താൻ പറ്റാണ്ട് പോകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ എന്റെ മനസ്സിലേക്ക് കടന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്കുണ്ടായ കുറെ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതേപോലത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ എന്താണെങ്കിലും പറയണം. അപ്പൊ കുറെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ള അടുത്ത വീഡിയോ കാണും വരെ ബൈ ബൈ. സീ യു.